പരിശുദ്ധമായ ദുൽഹജ്ജ് വിട പറഞ്ഞ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ അടുക്കുകയാണ്. ഇന്ന് ദുൽഹജ്ജ് മാസം 28 നാളെ ശനിയാഴ്ച പിറ കണ്ടാൽ ഞായറാഴ്ച അതല്ലെങ്കിൽ തിങ്കളാഴ്ച പുതിയ വർഷത്തിലേക്ക് മുഹറം മാസത്തിലേക്ക് ഹിജ്റ വർഷം 1445 കഴിഞ്ഞ് 1446 നമ്മൾ കടന്നു വരികയാണ്. മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പോലെ തന്നെ അതിപ്രധാനമാണ്, ബറക്കത്തുള്ളതാണ്, മഹത്വമുള്ളതാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമ്മിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ചൊരിഞ്ഞു തന്ന് പടച്ചവൻ സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാണ്. പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിം എന്ന നിലക്ക് ചില ആത്മപരിശോധനകളും അതിനനുസരിച്ചുള്ള ചില തിരുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടത് അനിവാര്യമായ സമയമാണ്. ആയുസ്സിൽ നിന്ന് 1 വർഷം വെട്ടിമാറ്റപ്പെടുന്ന സമയം, കഴിഞ്ഞുപോയ സമയങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കാൻ, അതിലെ കുറവുകളും പോരായ്മകളും ഒക്കെ വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ തിരുത്തലുകളാണ് ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ടത്, മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം ആ നിലക്ക് മാറ്റത്തിലേക്ക് കൊണ്ടുവരാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ മഹ്ശറിൽ പോയി നിൽക്കുന്ന സമയം, പടച്ചവന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നിലത്ത് ചവിട്ടിയിട്ടുള്ള പാദങ്കാലുകൾ ഒന്നും മാറ്റി ചവിട്ടാൻ നമുക്ക് സാധിക്കില്ല. ഹത്താ യുസ്അലാൻ ഖംസിൻ, ചില കാര്യങ്ങൾക്ക്, ചില ചോദ്യങ്ങൾക്ക് സമാധാനം പറയാതെ. അനുംരിഹി, നമ്മുടെ ആയുസ്സിനെ പറ്റിയുള്ള ചോദ്യം ഉണ്ടാകും. പ്രത്യേകമൻ ശബാബിഹി, നമ്മുടെ യുവത്വത്തെ പറ്റിയുള്ള ചോദ്യം ഉണ്ടാകും. അൻമാലിഹി, സമ്പത്തിനെ പറ്റി, എവിടെ നിന്നാണ്, എങ്ങനെയാണ് അത് നേടിയെടുത്തത്, സമ്പത്തുണ്ടാക്കിയ വഴികൾ എന്തൊക്കെയാണ്, അത് ചെലവ് ചെയ്തത് ഏതെല്ലാം രീതിയിലാണ്. അത്തരം ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നവരാണ്. വൻ ഇൽമിഹി, ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച, നമ്മൾ അറിഞ്ഞ ദീനിയായ ഇൽമുകൾ, അതനുസരിച്ച് എന്ത് അമൽ ചെയ്തു, അത് ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക് നിർബന്ധമായും മറുപടി പറയാതെ, സമാധാനം പറയാതെ ഒരു കാലൊന്നും മാറ്റിച്ചവിട്ടാൻ സമ്മതിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് പുതിയ വർഷങ്ങളൊക്കെ കടന്നു വരുമ്പോൾ മരണത്തിലേക്ക് 1 വർഷം കൂടുതൽ നാം അടുത്തു എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിലൂടെ ചില പരിശോധനകൾ, ചില ആത്മപരിശോധനകൾ അത് ഈ സമയം അനിവാര്യമാണ്.
അതിലേറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പരിശോധിക്കേണ്ടത്, പടച്ചവനുമായും പടപ്പുകളുമായും എന്തെങ്കിലും കടബാധ്യതകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. പടച്ചവനുമായിട്ട് എന്തൊക്കെ കടബാധ്യതയാണ് എൻ്റെ മുന്നിൽ അവശേഷിക്കുന്നത്? പടപ്പുകളുമായിട്ട് എന്താണ് ബാക്കിയുള്ളത്? എന്തെങ്കിലുമൊക്കെ ഞാൻ ബാക്കി വച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന. ആ പരിശോധനയിൽ അതിൻ്റെ റിസൾട്ട് പലതും ബാക്കിയുണ്ട് എന്നാണെങ്കിൽ അത് തിരുത്താനുള്ള തീരുമാനമാണ് ഈ സമയം നമ്മൾ കൈക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് നിർബന്ധമായി വാജിബായി നിശ്ചയിച്ചിട്ടുള്ള ആ നിലക്ക് നമുക്ക് ബാധ്യതയായിട്ടുള്ള ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കണം. ഹജ്ജ് ചെയ്യാൻ ഒരാൾക്ക് സാമ്പത്തികമായ കഴിവുണ്ടായിട്ട് വേണമെങ്കിൽ ചെയ്യാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി എന്നിട്ട് ഇതുവരെ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നാൽ, അങ്ങനെ ശ്രമിക്കാത്ത ഒരു മനുഷ്യൻ ഫൽയമുത് ഇൻശാഅ യഹൂദിയൻ വ ഇൻശാഅ നസ്രാനിയൻ, അവന്റെ മരണം ജൂതനായിട്ടോ നസ്രാനിയായിട്ടോ ഒക്കെ ആകട്ടെ, ആർക്ക് ഛേദം? ഈമാൻ സലാമത്താകുന്ന വിഷയത്തിൽ അവർ പേടിക്കണം, ഭയപ്പെടണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പാണ്. സാമ്പത്തികമായി ശേഷിയുണ്ട്, വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇതുവരെ നമ്മുടെ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം അതിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടില്ല, ആ ഭാഗത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. നാളെ മരണം പേടിക്കണമെന്നാണ്. അത്തരം ആളുകളുടെ ആഖിബത്ത് പേടിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ വിഷയത്തിൽ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ, നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ, മാറ്റിവച്ചിട്ടുണ്ടോ, എല്ലാ ശേഷിയും ഉണ്ടായിട്ട് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ബോധ്യം വരുന്നതെങ്കിൽ ഏറ്റവും അടുത്ത വർഷം തന്നെ ഞാനത് നിർവഹിക്കും എന്നുള്ള തീരുമാനമാണ് ഈ സമയത്ത് നമ്മൾ കൈക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഒക്കെ കരുതി വച്ച ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, സമ്പത്ത് ശേഖരിച്ച് കുന്നുകൂട്ടി വീണ്ടും വീണ്ടും അതിന്റെ പിന്നാലെ പാഞ്ഞ ആളുകൾ കൃത്യമായി അതിന്റെ ബാധ്യതകൾ സക്കാത്തായി തീർക്കാത്ത ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ കഠിനമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് നബിയെ മുന്നറിയിപ്പ് കൊടുത്തേരെ. പരിശുദ്ധമായ ഖുർആനാണ്. സമ്പത്തുണ്ട് കയ്യില്, അള്ളാഹു ധാരാളം നൽകിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി വർഷാവർഷം അതിന്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അതികഠിനമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് നബിയെ അവരറിയിച്ചേരെ, മുന്നറിയിപ്പ് കൊടുത്തേരെ. പരിശുദ്ധമായ ഖുർആനാണ്. സക്കാത്ത് കൊടുക്കാതെ കുന്നുകൂട്ടി വച്ച സ്വത്തുക്കളെല്ലാം നാളെ നരകാഗ്നിയിൽ വലിയ തീക്കുണ്ടാരമാക്കി മാറ്റിയിട്ട് അത്തരം ആളുകളെ അള്ളാഹു ആ തീക്കുണ്ടാരത്തിലെടുത്ത് ചുട്ടെടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ആയത്തുകളുടെ അർത്ഥാശയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ചുട്ടെടുക്കും. എന്തിൽ? നമ്മൾ ഉണ്ടാക്കി കൂട്ടിയതിൽ തന്നെ. സക്കാത്ത് കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കി കൂട്ടിയത് അത് നരകത്തിൽ തീക്കുണ്ടാരമാക്കി അതിലിട്ട് നമ്മളെ പൊരിച്ചെടുക്കും, ചുട്ടെടുക്കും. പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥം തന്നെ, ആശയം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഈ സമയത്ത് ഒരു വർഷം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്,
പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. വിശുദ്ധമായ റമദാനിൽ ഒരു നോമ്പൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ ലം യഖ്ലിഹി സൗമുദ്ദഹരി കുല്ലി, പിന്നെ കാലാകാലത്തെ നോമ്പും ആ ഒരൊറ്റ നോമ്പിന് പകരമാകില്ല. നമുക്കറിയാവുന്ന ഹദീസാണ്, നമുക്കറിയാവുന്ന വിഷയമാണ്. റമദാനിൽ ഒരു നോമ്പ് പോയാൽ പിന്നെ കാലാകാലത്തെ നോമ്പ് ആ ഒരൊറ്റ നോമ്പിന് പകരമാകില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നോമ്പ് നഷ്ടപ്പെടലിലൂടെ ആ വ്യക്തിക്ക് ദുന്യാവിൽ സംഭവിച്ച നഷ്ടം അത് വല്ലാത്ത നഷ്ടമാണ്. ഒരൊറ്റ നോമ്പിലൂടെ കഴിഞ്ഞുപോയ കാലം 30, 40, 50, 60, 70 വർഷമൊക്കെ ജീവിച്ചിട്ട് റമദാനിൽ നോമ്പുകൾ പോയവരുണ്ടോ? നഷ്ടമാണ്. ഇനിയുള്ള പരിഹാരം ഖളാ വീട്ടുക എന്നുള്ളതാണ്. ഖളാ വീട്ടി എത്രയും പെട്ടെന്ന് ഖളാ വീട്ടി അതിനൊക്കെ പരിഹാരം കണ്ടെത്തുക, അതേ ഇനി പരിഹാരമുള്ളൂ. ബാക്കി അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചേക്കുക. നിസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ, നിസ്കരിക്കാത്ത ആളുകൾ, ഫഉഖൂബത്തുഹു, ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷ അൽ ഖത്ൽ, കൊലയാണ്, കൊന്നുകളഞ്ഞേക്കണം. ദുനിയാവിലെ ശിക്ഷ അതാണ്. നിസ്കരിക്കാത്ത ആളുകൾ, ഖളാ ആക്കി കളയുന്ന ആളുകൾ, ഇസ്ലാമിക കോടതിയാണ്, നിയമമാണ് നാട്ടിൽ രാജ്യത്ത് നടപ്പാകുന്നതെങ്കിൽ ഫഉഖൂബത്തുഹു, അവർക്കുള്ള ഇസ്ലാമിക കോടതിയിലെ ദുനിയാവിലെ ശിക്ഷ അൽ ഖത്ൽ, കൊന്നുകളഞ്ഞ് തല വെട്ടി കൊന്നുകളഞ്ഞേക്കണം. അങ്ങനെയാണ്. ഒന്ന് ചോദിച്ച യുസ്തതാബ്, അവരോട് തൗബ ചെയ്യാൻ പറയണം. അതിനു മുമ്പ് നന്നാവാൻ വല്ല ഉദ്ദേശമുണ്ടോ? നീ കൃത്യമായിട്ട് നിസ്കരിക്കോ, ഖളാ ആക്കാതിരിക്കോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ഫൈൻ താബ, തൗബ ചെയ്താൽ ഓക്കെ, കൊല്ലണ്ട കാര്യമില്ല. വയില്ല, എന്നിട്ടും നന്നാവണില്ല, എത്ര ഉപദേശിച്ചിട്ടും അവർക്ക് മാറ്റമില്ലെങ്കിൽ ഖുത്തില, കൊന്നു കളഞ്ഞേക്കണം. ഇസ്ലാമിക കോടതിയിലെ നിയമം അതാണ്. ഇസ്ലാമിക കോടതിയിലെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ എത്രയാണ്. മാസലഖകും, ഈ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാൻ കാരണം എന്താണ്? മാസലഖകും ഫീ സഖർ, നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്? നിങ്ങൾ കടക്കാൻ കാരണം എന്താണ് എന്ന് നരകവാസികളോട് ചോദിക്കപ്പെടുമ്പോൾ, നരകത്തിൽ കിടക്കുന്ന വിശ്വാസികളായ ആളുകൾ അവരോട് എന്തേ നിങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോ ഖാലൂ, അവരുടെ മറുപടി ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. ആദ്യം പറഞ്ഞ കാരണം അതാണ്. നിസ്കാരത്തിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയവരാണ്, നിസ്കരിക്കാറില്ലായിരുന്നു. ആദ്യമായിട്ട് അവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു, അതാണ് ഞങ്ങൾ നരകത്തിൽ കടക്കാൻ കാരണമെന്ന് നരകവാസികൾ പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അള്ളാഹുമായിട്ടുള്ള കടബാധ്യതകളാണ്, പടച്ചവനുമായിട്ടുള്ള കടബാധ്യതകളാണ്. വയസ്സൊന്നു കൂടി, നമുക്ക്, എനിക്ക് കൂടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂടി നമ്മുടെ വയസ്സും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചാണ് കണക്കാക്കേണ്ടത് എന്നാണ് ഒരു മുസ്ലിം. ഇത് രാവിലെ സുബഹി കഴിഞ്ഞുള്ള ക്ലാസ്സിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, ആ വിഷയത്തിലേക്ക് കടക്കണില്ല. നമ്മുടെ വയസ്സും അനുബന്ധമായ കാര്യങ്ങളും ഇന്ന് 50 വയസ്സെന്നാ നമ്മൾ പറയുന്നെങ്കിൽ ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് 50ന്റെ മുകളിലായി. നമുക്ക് 60 ആണെങ്കിൽ 60ന്റെ മുകളിലായി, താഴേക്കല്ല മുകളിലേക്കാണ്. അതുകൊണ്ട് ഒരു വയസ്സ് കൂടി ആയുസ് കുറഞ്ഞു വന്ന് മരണത്തിലേക്ക് 1 വർഷം കൂടി നമ്മൾ അടുത്തു. പടച്ചവനുമായിട്ടുള്ള കടബാധ്യതകൾ ഇത് ഓരോന്നും നമ്മൾ സ്വയം വിലയിരുത്തണം, പരിശോധിക്കണം നമ്മൾ, എന്നിട്ട് തിരുത്താനുള്ള ഒരു തീരുമാനം, അതാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം പടപ്പുകളുമായിട്ടുള്ള കടബാധ്യതകളെ പറ്റി, അതാണ് ഏറ്റവും ഗൗരവമേറിയത്. പടച്ചവനുമായിട്ടുള്ള കടബാധ്യതകളെക്കാൾ പടപ്പുകളുമായിട്ടുള്ള കടബാധ്യതയാണ് കൂടുതൽ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുമായിട്ടുള്ള കടബാധ്യത, പടച്ചവൻ അവിടെ ചെല്ലുമ്പോ പോട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ തീർന്നു.
നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ നിസ്കാരത്തിന്റെ വിഷയത്തിലോ ഹജ്ജിന്റെ വിഷയത്തിലോ നമ്മുടെ ബാധ്യതയാണ്. എന്നാലും അവിടെ ചെല്ലുമ്പോ അള്ള പോകട്ടെ, വേറെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ പോകട്ടെ, കടന്നു പോകട്ടെ സ്വർഗത്തിലേക്ക് ഒന്ന് ചിലപ്പോ പടച്ചോൻ കണ്ണടച്ചേക്കും. അങ്ങനെ കണ്ണടച്ചാൽ അള്ളാഹു പോകട്ടെ എന്ന് വിചാരിച്ചാൽ ആഖിറത്തിൽ വെച്ച് അള്ളാഹു നമുക്ക് മാപ്പ് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ പടപ്പുകളുമായിട്ടുള്ള കടബാധ്യത അങ്ങനെയല്ല. കിട്ടാനുള്ള 5 പൈസ പോലും ഒരു പടപ്പും നാളെ ആഖിറത്തിൽ വേണ്ടെന്ന് വെക്കില്ല. കിട്ടാനുള്ള 5 പൈസ പോലും നാളെ ആഖിറത്തിൽ ഒരാളും വേണ്ടെന്ന് വെക്കില്ല. ദുനിയാവിൽ എത്ര വലിയ സ്നേഹബന്ധമാണെങ്കിലും കുടുംബ ബന്ധമുണ്ടായിരുന്നവരാണെങ്കിലും നഫ്സി 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 നഫ്സി, സ്വന്തം കാര്യത്തെ പറ്റി മാത്രമാണ് അവിടെ ചിന്ത. രക്ഷപ്പെടാൻ എന്താണ് വഴി? ഒരു സുബ്ഹാനല്ലാഹ് എവിടെന്ന് ലഭിക്കും? ഒരു നന്മ എവിടെന്ന് ലഭിക്കും? ആ സമയത്ത് നമുക്ക് നമ്മിൽ നിന്ന് നമ്മോട് കടം വാങ്ങിയവർ, ബാധ്യതയുള്ളവർ, കടപ്പാടുള്ളവർ മുന്നിൽ വന്ന് പെട്ടാൽ വിടൂല. പിടിച്ചു നിർത്തി അള്ളാഹുവിന്റെ മുന്നേ സാക്ഷി നിർത്തിയിട്ട് 5 പൈസ പോലും ബാധ്യതയില്ലാത്ത നിലക്ക് ആ ബാധ്യതകളൊക്കെ പിടിച്ചു വാങ്ങുന്ന സമയമാണ് നാളെ ആഖിറോന്നാണ്. പടപ്പുകളുമായി ബാധ്യതയായിട്ട് നാളെ ആഖിറത്തിലേക്ക് പോയാൽ അവർ നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ പാപ്പരായിരിക്കും. അവരെക്കാൾ നഷ്ടക്കാർ വേറെയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, മിനൽ കുഫ്രി, കുഫറിൽ നിന്ന് അവിശ്വാസത്തെ തൊട്ട് കാവൽ ചോദിക്കുകയാണ്, വദ്ദൈനി, കടത്തെ തൊട്ടും കാവൽ ചോദിക്കുന്നു റബ്ബേ. കുഫറിലേക്ക് എന്നെ നീ മടക്കരുത്. ഈമാനുള്ള മുഅ്മിനാണ് ഞാൻ, എന്റെ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കരുത്. അതുപോലെ വദ്ദൈനി, കടത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതഅദിലു ദൈന ബിൽ കുഫ്രി, കുഫറിനെയും കടത്തെയും ഒരേ തട്ടിലാണോ നബിയെ അങ്ങ് കാണുന്നത്? കുഫറിനോട് ചേർത്തുകൊണ്ട് കടം, അതിനെ തൊട്ട് കാവൽ തേടാൻ പാകത്തിന് കുഫറിനെയും അതുപോലെ കടത്തെയും ഒരേ തട്ടിലാണോ നബിയെ അങ്ങ് കാണുന്നത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, നഅം, അതേ സഹാബ. ഇസ്ലാം ഉപേക്ഷിച്ച് കുഫറിലേക്ക് മടങ്ങുന്ന അതേ ഗൗരവമാണ് കടത്തിനും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുള്ളതെന്നാണ്. കുഫർ വന്നാൽ ആഖിറം പോയി, കടം വന്നാലും ആഖിറം പോയി. കുഫർ വന്നാലും ആഖിറം പോയി, കടം വന്നാലും. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ തന്നെ സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് ഷഹീദായി, വീണ്ടും അല്ലാഹു ജീവൻ കൊടുത്തു, വീണ്ടും ഷഹീദായി, വീണ്ടും അല്ലാഹു ജീവൻ കൊടുത്തു, മൂന്നാമതും ഷഹീദായി. ഈ ദുനിയാവിൽ വച്ച് 3 പ്രാവശ്യം ഷഹീദാകാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വഅലൈഹി ദൈൻ, ആ വ്യക്തിയുടെ മേൽ കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു പോകൂല. അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്, 3 പ്രാവശ്യം ഇസ്ലാമിൽ വെച്ച് ദുനിയാവിൽ വെച്ച് പരിശുദ്ധമായ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്ത് ഷഹീദാകാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ, പക്ഷേ കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു പോകൂല. ആ കടം തീരാതെ, ബാധ്യത വീട്ടാതെ സ്വർഗത്തിൽ അവന് സ്ഥാനമില്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവില് കടബാധ്യതയില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതൊരു വലിയ വിഷയമാണ്, നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല, നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. നമ്മിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിയിട്ടത് തിരിച്ചു തരാതെ മാന്യന്മാരായി നമ്മുടെ മുന്നിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ ദുന്യാവിൽ രക്ഷപ്പെട്ടത് നമ്മളാണ്, അവരല്ല.
നമ്മിൽ നിന്ന് കടം വാങ്ങിയിട്ട് അത് തിരിച്ചു തരാതെ മാന്യന്മാരായിട്ട് നടക്കുകയാണോ? അവരല്ല, നമ്മളാണ് രക്ഷപ്പെട്ടത്. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ 5 പൈസ പോലും ബാക്കിയില്ലാതെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നമുക്ക് വാങ്ങിത്തരും. ഓരോ നന്മകളും, അവർ ചെയ്ത നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഹജ്ജ് എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു മാറ്റിത്തരും. ഇനി അവന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ ഒന്നുമില്ലേ? നമ്മുടെ തിന്മകൾ അവന്റെ റിക്കാർഡിലേക്ക് അല്ലാഹു മാറ്റി നമ്മെ രക്ഷപ്പെടുത്തും. നാം സ്വർഗത്തിലും അവർ നരകത്തിലും. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. നിസ്സാരായിട്ടാ പലരും കാണുന്നത്. നമ്മിൽ പലരും നിസ്സാരായിട്ടാണ് കാണുന്നത്. ആഖിബത്ത് മോശമാകും, ആഖിറം നഷ്ടപ്പെട്ടു. ഒരു കച്ചവടക്കാരൻ കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞാണ്, എന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടു പോയതാണ് അവൻ. വർഷങ്ങളായി. തുടക്കത്തിലൊക്കെ കുറെയൊക്കെ ചോദിച്ചു, എന്നിട്ടും എനിക്ക് പൈസ തിരിച്ചു തരുന്നില്ല. അവസാനം വർഷങ്ങൾ കഴിഞ്ഞ് ഹജ്ജിന്റെ സമയമായപ്പോ അതെനിക്ക് തിരിച്ചു കൊടുന്നു തന്നു. നേരത്തെ തരാൻ കഴിയാത്തതുകൊണ്ടല്ല, ലക്ഷങ്ങൾ മാസം വരുമാനമുണ്ട്, പ്ലൈവുഡ് കമ്പനിയൊക്കെ ഉണ്ട്. പാനിപ്രകാരനല്ല. ആരായിരിക്കും എന്നൊന്നും ആരും മനസ്സിൽ വിചാരിക്കണ്ട. പാനിപ്രകാരനല്ല. ലക്ഷങ്ങൾ വരുമാനമുണ്ട്, പ്ലൈവുഡ് കമ്പനി ഉണ്ട്. നേരത്തെ തരാൻ പറ്റാത്ത പൈസയൊന്നുമല്ല. എന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയതാണ്. ഹജ്ജിന്റെ സമയത്താണ് അവസാനം അത് തിരിച്ചു കൊടുന്നു തന്നത്. നല്ലത്, ഹജ്ജിന്റെ സമയത്തെങ്കിലും കൊടുത്തത്. പക്ഷേ ഈ കടം എന്നുള്ളത് ഹജ്ജിന്റെ സമയത്തേക്ക് നീട്ടിവെക്കേണ്ട ഏർപ്പാടല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അതല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോ മയ്യത്ത് കൊണ്ടുപോയി ഇവിടെ മുന്നിൽ വെച്ചിട്ട് ഖത്തീബിനെ കണ്ട് ഇമാമിനെ കണ്ട് പറയിപ്പിക്കേണ്ട കാര്യമല്ല ഈ കടം എന്നുള്ളത്. അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത്ര ഗൗരവമുള്ള ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാതെയൊക്കെ പലരും ആരെങ്കിലുമൊക്കെ ആ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ചവനോടുള്ള ബാധ്യതകളിലെ വീഴ്ചകൾ എന്ത് എന്ന് നമ്മൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ അതിലുപരിയായി പടപ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധ്യതകൾ, പ്രത്യേകം സാമ്പത്തികമായ എന്തെങ്കിലും കടബാധ്യതകൾ എനിക്ക് ബാക്കി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് പൊരുത്തപ്പെടിക്കുക. കയ്യിൽ ഇല്ലാത്തതിന്റെ പേരിലാണ് കൊടുക്കാത്തത് എങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാലും ആരെങ്കിലും അറിഞ്ഞാലും അതൊരു ന്യായമുണ്ട്. ഉണ്ടായിട്ടും കൊടുക്കാത്തവർ പലരും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ പല നാടുകളിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ പുതിയ വർഷത്തിലേക്ക്, മരണത്തിലേക്ക് 1 വയസ്സ് കൂടി നാം അടുത്ത ഈ സമയത്ത് അത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായ ശ്രദ്ധയും ആത്മപരിശോധനയും തിരുത്തലുകളും ഉണ്ടാകണമെന്ന് ആദ്യമായി എന്നോടും രണ്ടാമതായി നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനിക്കട്ടെ. എല്ലാ കടബാധ്യതകളിൽ നിന്നും മോചിതരായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും അല്ലാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.